നന്ദിട്ട് നമസ്കാരം. നമസ്കാരം. ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പുസ്തകം വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ആ പുസ്തകത്തെക്കുറിച്ചും സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. എങ്ങനെയാണ് പുസ്തകത്തിൻ്റെ മൂവ്മെൻറ്റ്? പുസ്തകം വളരെ ഗംഭീരമായിട്ട് പോയി. ഞാനത് അങ്ങനെ വിചാരിച്ചില്ല. വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വലിയൊരു അംഗീകാരം പുസ്തകത്തെ സംബന്ധിച്ച് കിട്ടിയിരുന്നു. അത് നമുക്ക് ഏകദേശം അച്ചടിച്ച പുസ്തകത്തിന് 90% പുസ്തകം വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞു. അത്ര വലിയൊരു ഇപ്പം ജൂൺ 25 പുസ്തകം ഇറങ്ങിയത്. ഒരു 1.5 മാസം കാലം കൊണ്ട് പുസ്തകത്തിന് മിക്കവാറും എല്ലാ പുസ്തകങ്ങളും വിറ്റ് കഴിഞ്ഞ നിലയിലേക്ക് പുസ്തകം ആയിട്ടുണ്ട്. നല്ലൊരു പുസ്തകത്തിന് ഒരു നല്ല നിലയ്ക്കാണ് ജനങ്ങൾ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, എന്നെ ധാരാളം പേര് വിളിച്ചിരുന്നു പുസ്തകത്തിൻ്റെ കണ്ടന്റിൻ്റെ പുറത്ത് ഇത്രയും ചില ഡേറ്റാസ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ ഈ പുസ്തകം എഴുതിയതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത്, ഞാൻ പുസ്തകം വെറുതെ, എനിക്ക് 2 സംഗതിയാണ്. ഒന്ന്, എൻ്റെ നേരിട്ടുള്ള അനുഭവം ഉണ്ട് അതിനകത്ത്. ഞാൻ അടിയന്തരാവസ്ഥക്കാലത്ത് സമരത്തിന് പോകുന്ന സമയത്ത് എൻ്റെ പ്രായം 18 വയസ്സാണ്. ഞാൻ 18 വയസ്സിലാണ് സമരത്തിന് പോകുന്നത്. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യമാണ് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തത്. ഞാൻ മനോരമയിൽ ജീവനക്കാരൻ കൂടിയാണ്. മനോരമയിൽ ജീവനക്കാരനായിട്ടുള്ള ഞാൻ അന്ന് രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് 2 മണിക്ക് ഇറങ്ങേണ്ടതിന് അരമണിക്കൂർ ചോദിച്ച് നേരത്തെ ഇറങ്ങി ബസ്സിൽ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്ന സമയമാണത്. അവർ എറണാകുളത്ത് വന്നിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി കേരളത്തിൽ വന്നാൽ ഈ മിക്കവാറും കേരളത്തിലെ അമ്മമാർക്കൊന്നും കിടക്കപ്രതി ഉണ്ടാവില്ല. അവരൊക്കെ മക്കൾ ഇവർ തപ്പിക്കൊണ്ടുപോകും. അങ്ങനെ നിരവധി ആളുകൾ അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളത്ത് എന്നെ കൊണ്ടുപോയിട്ടുള്ള കസ്ബ പോലീസ് സ്റ്റേഷനിൽ അത് സെബാസ്റ്റ്യൻ പോൾ അതിനെ കുറിച്ചിട്ട് അതിൻ്റെ അവതാരിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 100-ലധികം പേരെയാണ് ചെറുപ്പക്കാര്, ഒരു 18 വയസ്സ് തുടങ്ങിയിട്ട് ഒരു 25 വയസ്സ് വരെ പ്രായമുള്ള 100-ലധികം ആളുകളെ പോലീസ് തലേ ദിവസം തന്നെ കസ്റ്റഡിയിലെടുത്ത് അവരെ കസ്ബ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കുന്നു. അങ്ങനെയുള്ളൊരു വലിയ സംവിധാനമായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സെബാസ്റ്റ്യൻ പോളും. സെബാസ്റ്റ്യൻ പോൾ അന്ന് രാത്രി ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നു, നമ്മുടെ ചൊവ്വര പരമേശ്വരന്റെ മകനും ഉണ്ടായിരുന്നു. ആ 2 സോഷ്യലിസ്റ്റ് ആണ് രണ്ടുപേരും. പിന്നെ പിൽക്കാലത്ത് ജേർണലിസ്റ്റുകളാണ്, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇദ്ദേഹം പിന്നെ പിൽക്കാലത്ത് ജനതാ പാർട്ടിയിൽ വന്നു, ജനതാ പാർട്ടിയിൽ വന്ന് ജനതാദളിൽ വന്ന് അതിൽ കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയത്. അപ്പോൾ ഈ 2 പേരും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ആദ്യമായിട്ട് സെബാസ്റ്റ്യൻ പോളിനെ കാണുന്നത്. എനിക്ക് സെബാസ്റ്റ്യൻ പോളിനെ അറിയേയില്ല. മറിച്ച് മറ്റേ അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്, സർവ്വധന നല്ല നിശ്ചയമുണ്ട്. അപ്പം അങ്ങനെ പോലീസ് നമ്മളെ ഇഷ്ടമല്ലാത്തവർ മുഴുവൻ പോലീസ് പിടിച്ചുകൊണ്ട്, പക്ഷെ എന്നെ 2ാമത്തെ വട്ടം പോലീസ് തല്ലിയിട്ടൊന്നുമില്ല കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു, അവിടെ ഇരുത്തുന്നു, ഒരു സാധനം നമുക്ക് ആഹാരമൊന്നും തരില്ല. ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം കാലത്ത് 6 മണിക്ക് തന്നെ വിട്ടിരുന്നു. തീർച്ചയായിട്ടും. അങ്ങനെ ഏകദേശം ഒരു 10-18 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ. ആദ്യത്തെ പ്രാവശ്യം അങ്ങനെയല്ല, ഞങ്ങൾ സമരം ചെയ്തതാണ്. നിർദ്ദയമായിട്ടുള്ള മർദ്ദനമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അടിച്ച് തകിടുപൊടിയാക്കി. എനിക്കിന്നും എൻ്റെ കൈ കൊണ്ട് എനിക്ക് എഴുതാൻ സാധ്യമല്ല. പേര് പോലും എനിക്ക് എഴുതാൻ പ്രയാസമാണ്. കാരണം എഴുതാൻ പറ്റാത്ത നിലക്ക് എൻ്റെ കൈയിൻ്റെ സ്വാധീന ശക്തി അന്ന് നഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ അനുഭവത്തിൻ്റെ ഒരു തീവ്രത മാത്രമല്ല, നന്ദേട്ടൻ്റെ രചനകളിൽ പൊതുവെ ഞാൻ കാണുന്നത് അത് ഒരു വളരെ സമഗ്രമായ ഇൻഫർമേഷൻ പാക്ഡായ, അല്ലെങ്കിൽ വസ്തുതകൾ നിറച്ചു വെച്ച ഒരു ടെക്സ്റ്റ് ബുക്ക് കൂടി. പലപ്പം നന്ദേട്ടൻ്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും എഴുത്തുകൾക്കൊക്കെ ആ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അത് ഈ പുസ്തകത്തിന് ഗുണം ചെയ്തു എന്ന് വായിച്ചവരൊക്കെ പറഞ്ഞു എന്നോട്. അല്ല, അതിന് കാരണം ഞാനിപ്പോൾ ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ചത് 28 പുസ്തകങ്ങൾ വായിച്ചു അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട്. അതിൽ 22 പുസ്തകങ്ങൾ ഞാൻ ആ ബുക്കിനകത്ത് റെഫർ ചെയ്തിട്ടുണ്ട്, പേജ് നമ്പർ സഹിതം. അത് പറയാനുള്ള കാരണം ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാൻ ഇതിനു മുന്നേ വൈക്കം സത്യാഗ്രഹം പുസ്തകം ചെയ്തിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി ഞാൻ വായിച്ചത് 48 പുസ്തകങ്ങളാണ്. അതിനകത്ത് 26 പുസ്തകങ്ങൾ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടിനും ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, ഇത് നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വരുന്ന തലമുറ വായിക്കേണ്ടതാണ്. അവർ നേരിട്ട് കാണാത്തവരാണ്. നേരിട്ട് കാണാത്തവർ ഒരു സാഹചര്യം വിലയിരുത്തുന്ന സമയത്തുണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് വരാം. അപ്പോൾ ഇയാൾ ഏതിൽ നിന്നാണ്, ഇയാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് ഞാനുണ്ടായിരുന്നു, എഗ്രീഡ്. പക്ഷേ വൈക്കം സത്യാഗ്രഹത്തിൽ ഞാനില്ല. അപ്പം ഞാനില്ലാത്ത കാലത്ത് ഒരു ചരിത്രം ഞാൻ എഴുതുന്ന സമയത്ത് സത്യസന്ധമായിട്ട് നിരവധി വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് തന്നെ എഴുതണം. അതാണ് അടിയന്തരാവസ്ഥയുടെ പ്രത്യേകതയാണ്. അടിയന്തരാവസ്ഥയിൽ ഞാൻ സമരത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് എറണാകുളത്ത് ഒരു ടാവട്ട സ്ഥലത്ത് മാത്രം കാര്യങ്ങൾ എനിക്കറിയുള്ളൂ. പക്ഷെ മുഴുവൻ കേരളത്തിൻ്റെ ചരിത്രവും മുഴുവൻ ഭാരതത്തിൻ്റെ ചരിത്രവും എന്നെ സംബന്ധിച്ചറിയില്ല. അത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ നിരവധി പുസ്തകങ്ങൾ ഞാൻ വായിക്കുന്നു. ഇപ്പോൾ സാഗ ഓഫ് സ്ട്രഗിൾ അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സാഗ ഓഫ് സ്ട്രഗിളിനകത്ത് അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 1,76,000 പേരുടെ ചിത്രം അതിനകത്തുണ്ട്. 1,76,000 പേരാണ് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തത്. അവരുടെ ആവറേജ് പ്രായം 23 വയസ്സാണ്. ഈ നമ്മുടെ നാട്ടിലെ യുവജനങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ, എനിക്ക് വാസ്തവത്തിനോട് യാതൊരു യോജിപ്പുമില്ല കേട്ടോ. നിങ്ങൾ സത്യസന്ധമായുള്ളൂ.
സത്യസന്ധമായിട്ട് യുവാക്കളോട് നിങ്ങളൊന്ന് പെരുമാറിക്കഴിഞ്ഞാൽ അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ. റെഡിയാണ് അവർ. അതെ, ഓക്കെ. അവർ കളവ് ചെയ്യില്ല. അതെ അതെ. പുസ്തകത്തിന്റെ ലോഞ്ചിങ് തന്നെ, മീൻസ് പ്രകാശനം തന്നെ എനിക്ക് പങ്കെടുക്കാൻ പറ്റാതെ പോയൊരു പരിപാടിയാണ്. ഗവർണർ പങ്കെടുക്കും എന്ന് പറഞ്ഞ് ഗവർണർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എങ്കിലും അത് നന്നായില്ല. അസല് പരിപാടിയായിരുന്നു, നല്ല ഒന്നാന്തരം പരിപാടിയായിരുന്നു. ഭാരതീയ വിചാരകേന്ദ്രത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. നല്ല നിലയ്ക്ക് പുസ്തകം വായിക്കപ്പെട്ടതാണ്. പുസ്തകത്തിന്റെ വേദിയിലിരിക്കുന്ന ടി പി ശങ്കരൻകുട്ടിയായ സാറടക്കമുള്ള ആളുകളും രാംപിള്ള സാറടക്കമുള്ള ആളുകളും അവരെല്ലാവരും പുസ്തകത്തെക്കുറിച്ച് തന്നെ അവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞു, പുസ്തകത്തിന്റെ കണ്ടന്റിനെ കുറിച്ച്. യെസ്, തീർച്ചയായിട്ടും. ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് ഇപ്പോൾ നന്ദേട്ടൻ്റെ പുസ്തകമാകുമ്പോൾ ആ പുസ്തകത്തിൽ എന്തുണ്ട് എന്നതിലേറെ ആ വിഷയത്തെക്കുറിച്ചുള്ള ആധികാരികമായ ഒരു ഡിബേറ്റിന് കൂടി എപ്പോഴും പ്രാപ്തനാണ് അങ്ങ്. മാത്രമല്ല അത് ഈ പുസ്തകം അതിന് കളമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഈ സമയത്ത് അതിനെ നമുക്ക് നേരമുള്ളൂ. ഒന്ന്, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് പോരാളികൾ തന്നെ പിൽക്കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരായി പൊരുതിയവർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഇഷ്യൂസിൽ എനിക്ക് വിയോജിക്കാൻ തോന്നിയൊരു കാര്യം, ഇപ്പോൾ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ സെക്കുലറിസം വന്നത് അടിയന്തരാവസ്ഥക്കാലത്തായി എന്നത് അത് വൈകിപ്പോയെങ്കിലും വരികയായിരുന്നില്ലേ വേണ്ടത് നമ്മുടെ പ്രിയാമ്പിളിൽ? എന്താണ് നന്ദേട്ടൻ്റെ അഭിപ്രായം? എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നമ്മുടെ പ്രിയാമ്പിളിൽ പോലും വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം മതേതരത്വം സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട സാധനമാണ്. ഞാൻ അങ്ങയോട് മര്യാദയായിട്ട് സംസാരിക്കണം എന്ന് പറയുന്ന പ്രിയാമ്പിളിൽ ആവശ്യമില്ല. ഞാൻ അങ്ങയോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ബാധ്യസ്ഥനാണ്, അങ്ങ് തിരിച്ചു പെരുമാറാനും ബാധ്യസ്ഥരാണ്. ഇതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായുള്ള ജാതി മത വിഭാഗത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ആ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ജാതി പറഞ്ഞതുകൊണ്ടല്ല അവരോട് സംസാരിക്കേണ്ടത്, അവരുടെ ജാതി പറയാതെ കൊണ്ട് സംസാരിക്കാൻ സാധിക്കണം. എനിക്ക് അങ്ങയുടെ ജാതി മനസ്സിലാക്കാൻ വേണ്ടി പാടില്ല, ഞാൻ മനസ്സിലാക്കാൻ പാടില്ല. അങ്ങയുടെ ജാതിയെക്കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ആണ് സൃഷ്ടിക്കേണ്ടത്. ഈ മതേതരത്വ സങ്കല്പത്തിൻ്റെ പലപ്പോഴുള്ളത് അത് പലപ്പോഴും നമ്മൾ ചില ആശയങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് അത് ലിഖിതമായിരിക്കുന്ന സംവിധാനങ്ങളിൽ മാത്രം ഒതുക്കിക്കളയാണ്. മതേതരത്തിൽ ലിഖിത സംവിധാനങ്ങൾ ഒതുക്കേണ്ടതല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇപ്പം ഞാൻ കേരളത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ ഈ പറയുന്ന മതേതരത്വവാദികൾ ഭരിക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്. അതിന് മുമ്പിലേക്ക് എഴുതി വെച്ചിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? അഹിന്ദുക്കൾക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലയെന്ന്. ഇത്തരം മ്ലേച്ഛമായിട്ടുള്ള പരിപാടികൾ എഴുതി വയ്ക്കുന്നവരാണ് മതേതരത്വക്കാർ. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഒരു ക്ഷേത്രത്തിൽ വിശ്വാസിയുള്ള അഹമ്മദിനും അബൂബക്കറിനും ജോസഫിനൊക്കെ അമ്പലത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ, അമ്പലത്തിൽ ദൈവം ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസിയായിട്ട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ദൈവം വേണ്ടെന്ന് പറയും. തീർച്ചയായിട്ടും. കാരണം ദൈവത്തിന് ജാതിയില്ല, മതമില്ല. ക്ഷേത്രത്തിൽ വിശ്വാസിക്ക് കയറാനുള്ള അവകാശമുണ്ട്. അവൻ്റെ ദുരിതങ്ങൾ അവൻ ആരോടെങ്കിലും പറയണ്ടേ? നന്ദേതൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം 1936 എനിക്ക് തോന്നുന്നു ഒരു 100-110 കൊല്ലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 90 കൊല്ലെങ്കിലും കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ ദേവാലയ പ്രവേശന വിളംബരം ആവശ്യമുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? എല്ലാ മനുഷ്യർക്കും എല്ലാ ദേവാലയങ്ങളിലും ആദരപൂർവ്വം ചെല്ലാവുന്ന അങ്ങനെ വേണം. സത്യത്തിൽ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് എൻ്റെ ഓർമ്മയുള്ള 1984 കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സഭയിൽ സംസാരിച്ച അഡ്വക്കേറ്റ് ടി വി നന്ദൻ. അദ്ദേഹം RSSന്റെ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. 84 പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 84 പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഗുരുവായൂരാണ് സമ്മേളനം നടക്കുന്നത്. ഗുരുവായൂർ സമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തില് യേശുദാസിന് മാത്രമല്ല സമസ്ത വിശ്വാസിക്കും, പുള്ളി ഉപയോഗിച്ച വാക്ക് വിശ്വാസി എന്നാണ്, ആ വിശ്വാസികൾക്ക് പ്രവേശനം കൊടുക്കാൻ സാധിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹമാണ്. 1986 അദ്ദേഹത്തിന്റെ കൂടി ഇനിഷ്യേറ്റീവിലാണ് പാലിയത്ത് വിളംബരം നടന്നു. ആ പാലിയത്ത് വിളംബരത്തിനകത്താണ് ക്ഷേത്ര പൂജാദികള്, പൂജാ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ജാതി നോക്കിയിട്ടെല്ലാം തീരുമാനിച്ചത് അവിടെ വെച്ചിട്ടാണ് പാലിയം വിളംബരം. അതേപോലെ തന്നെ ആർ ഹരി എന്ന് പറയുന്ന രംഗഹരി RSSന്റെ അഖില ഭാരതീയ ബൗദ്ധിക പ്രമുഖാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ബുക്സിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ജാതി നോക്കി മതം നോക്കിയിട്ട് ക്ഷേത്രപ്രവേശനം തടുക്കുന്നത് ഒരിക്കലും ക്ഷേത്രത്തെ സംബന്ധിച്ച് ഗുണകരമല്ല, വിശ്വാസിയെ സംബന്ധിച്ച് നല്ലതല്ല. ഈ മതേതരത്വം എന്നുള്ള പറയുന്ന ഇത് പ്രിയാമ്പിളിൽ എഴുതി ചേർത്തതിന്റെ ഉദ്ദേശം ചില ദുരുദ്ദേശങ്ങൾ അന്നത്തെ ശ്രീമതി ഗാന്ധിയെ സംബന്ധിച്ചുണ്ട്. അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന ജാതി മത വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം. ഈ പ്രിയാമ്പിളയിൽ ഇത് എഴുതി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം ഇന്ദിരാഗാന്ധി അവിടെ നടക്കുന്ന മൈനോറിറ്റീസിന്റെ സമ്മേളനത്തിൽ ഡൽഹിയിൽ പങ്കെടുക്കുന്നത് ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ RSSന് സൂക്ഷിക്കണം,
നിങ്ങൾ ഹിന്ദുക്കളെ സൂക്ഷിക്കണം, അവരെവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വിവരം അറിയിക്കേണ്ട ബാധ്യത മതന്യൂനപക്ഷങ്ങളുടേതാണെന്ന് സംസാരിക്കുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അതെ അതെ. ഇതിനൊരു മറുവശം തീർച്ചയായിട്ടും നന്ദേട്ടൻ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾക്ക് ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചൊക്കെയുള്ള ശരിയായ നിലപാട് ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിലും മതേതര സമൂഹത്തിലും എത്തിയിട്ടില്ല. അതിനുകൂടി ഉപകരിക്കുന്ന ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അത് ഈ അടിയന്തരാവസ്ഥ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് കാണണം എന്ന വാദം ശക്തമാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ഭരണഘടനയെയും ഒക്കെ അട്ടിമറിക്കാൻ നടന്നൊരു ശ്രമം, ആ ശ്രമത്തെ ചെറുത്ത് നിന്ന പോരാളികൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ നടത്തിയ പോരാട്ടം തന്നെയാണ്. പക്ഷെ ആ പോരാളികൾക്ക്, സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് കിട്ടേണ്ട അർഹമായ അംഗീകാരവും ആദരവും കിട്ടാതെ പോകുന്നുണ്ട്. അതിനുവേണ്ടി മാത്രമുള്ള സംഘടനകളും പോരാട്ടങ്ങളും നടക്കുന്നുണ്ടല്ലോ. എനിക്കത് അങ്ങനെ, ഞാൻ ആ ഒരു പക്ഷക്കാരനല്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ പെൻഷൻ എന്നോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യില്ല. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് നടത്തിയ 18 വയസ്സിൽ പോരാട്ടം നടത്തിയ ആൾക്ക് അതൊരു ആനുകൂല്യം വേണ്ടാന്ന് ഞാൻ പറയാനുള്ള കാരണം, ഞാനതൊരു വിശ്വാസത്തിന് പുറത്തു പോകുന്നതാണ്. ഭാരതത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാവണമെന്ന് ചെറുപ്പത്തിലെ ബോധ്യം വരുന്ന സമയത്ത് ഞാൻ ഈ നാടിന് വേണ്ടി ഇറങ്ങുന്ന ആളാണ്. ഈ നാടിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന, ഇപ്പോൾ സാമ്പത്തികമായിട്ട് പരാധീനത ഉള്ളവർ സഹായിക്കേണ്ടെന്ന അഭിപ്രായം എനിക്കില്ല. അവർ സഹായിക്കണം, അവർ മരുന്നുള്ള പണം സർക്കാർ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കുള്ള പണം കൊടുക്കണം. പക്ഷേ എന്നെ പോലുള്ള ആൾക്ക് ആവശ്യമില്ല. ഞാൻ അതുകൊണ്ട് എന്നോട് എൻ്റെ വില്ലേജിൻ്റെ ആളുകൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, എൻ്റെ അപേക്ഷ തരാമെന്ന് ചോദിച്ചു. അപ്പോൾ തരില്ല. കാരണം ഞാൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരത്തിന് പോയിട്ടുണ്ട്, 2 പ്രാവശ്യം പോയിട്ടുള്ള ആളാണ്. പക്ഷേ ആനുകൂല്യങ്ങൾ വേണ്ട. കാരണം ഞാൻ കൃത്യമായിട്ട് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ്. അതെ, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. വിശ്വാസം മീൻസ് ജനാധിപത്യം നാടിൻ്റെ അനിവാര്യമായിട്ടുള്ളതാണ്. ഇവിടെ മതേതരത്വം നിലനിൽക്കണം, ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം, ഈ ഭാരതം നിലനിൽക്കണം, ഭാരതത്തിന് വികസനം ഉണ്ടാവണം. അങ്ങനെയുള്ള കാര്യത്തിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു അംഗീകാരം ആവശ്യമില്ല. ഈ പോരാട്ടത്തിനാണ് ആദർശം എന്ന് വിളിക്കേണ്ടത്. ആദർശത്തിന് പ്രതിഫലം വേണ്ട എന്ന് വെട്ടി തുറന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, ഒരു പോരാളി, ഒരു രാജ്യസ്നേഹി. നന്ദേട്ടൻ്റെ പുസ്തകം ആളുകൾ വായിക്കട്ടെ. എങ്ങനെയാണ് പുസ്തകം ലഭ്യമാകുന്നത് എന്നുകൂടി പറഞ്ഞ് അങ്ങ് അവസാനം. തീർച്ചയായിട്ടും ഇവിടെ എറണാകുളം അതിൻ്റെ പുസ്തകങ്ങൾ പ്രധാനമായിട്ട് 2-3 കേന്ദ്രങ്ങളിൽ വിൽപ്പനയുണ്ട്. അത് ഒന്ന് പ്രധാനപ്പെട്ട എല്ലാ പുസ്തകശാലകളിലും കിട്ടും, അല്ലെങ്കിൽ എറണാകുളത്തുള്ള കുരുക്ഷേത്രയുടെ പുസ്തക ഉത്സവ സമിതിയുടെ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പുസ്തകം ലഭ്യമാണ്. തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി, അടിയന്തരാവസ്ഥയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ആധികാരികമായി തന്നെ അത് അനുഭവിച്ച് എഴുതിയ ഒരാൾ എന്ന നിലക്ക് മലയാളത്തിലെ ബൗദ്ധിക സംഭാവനകളിൽ ഒട്ടും പിന്നിലല്ലാത്ത നന്ദകുമാർ സാറിൻ്റെ പുസ്തകം വായിക്കാൻ സന്മനസ് കാണിക്കണം, താല്പര്യം കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.